ഒന്നും വെറുതെയല്ല എന്ന് കാബോ വെറുതെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മുമ്പൊരിക്കൽ സ്പോർട്സ് പേജ് മനോരമയുടെ സ്പോർട്സ് പേജിന് തലക്കെട്ടിടാൻ ആലോചിച്ചൊരു കാര്യമാണ്, വെറുതെ അല്ല എന്ന്. ഇപ്പോൾ അത് തെളിയിച്ചു. കാരണം ലോകകപ്പിലെ ഗ്രൂപ്പിൽ ഒരു മത്സരം പോലും ജയിക്കാതെ, എന്നാൽ ഒരു മത്സരം പോലും തോക്കാതെ കാബോ വെറുതെ നോക്കൗട്ടിലെത്തിയിരിക്കുന്നു. റൗണ്ട് ഓഫ് 32 കളിക്കുന്ന ഏറ്റവും ചെറിയ ടീമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഒരു മലയാളത്തിലൊരു സിനിമയുണ്ടല്ലോ, മറ്റേ ഒരു ചെറിയ മീനല്ല, എന്തോ ഒരു അങ്ങനെ നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെ കാബോ വെറുതെ ഒരു ചെറിയ ടീമാണെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ഇപ്പം കാബോ വെറുതെയിലെ മൊത്തം ജനസംഖ്യ 5,30,000 മറ്റുമാണ്. അപ്പോൾ നമ്മുടെ ഒരു ശരാശരി പട്ടണത്തിൽ അത്രയും പേര് കാണും, ഒരു ചെറിയ പട്ടണമല്ല, ശരാശരി പട്ടണത്തിൽ. അപ്പോൾ അത്രയും ജനസംഖ്യ മാത്രമുള്ള ഒരു രാജ്യത്ത് നിന്ന് ലോകകപ്പ് പോലുള്ളൊരു വേദിയിൽ വന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് ഓക്കെ, അങ്ങനെ എത്രയോ ടീമുകൾ വരികയും പോവുകയും ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ വരവ് വ്യത്യാസമുണ്ടായിരുന്നു, അത് വ്യത്യസ്തമായിരുന്നു. അവരുടെ പെർഫോമൻസ്, അവരുടെ ഒരു ഗോൾ മാത്രം നേടിയപ്പോൾ ഉള്ള സന്തോഷം, ഗോൾ കൊടുക്കാതിരുന്നപ്പോൾ ഉള്ള സന്തോഷം, അമ്മയെ കൊണ്ടുവന്ന കഥ, ഗൊസീഞ്ഞയുടെ കഥ, 40 വയസ്സ് പിന്നിട്ട ഗോളിയുടെ കഥ, ഇതെല്ലാം കൂടി ഒരു എന്താ പറയുക, ഒരു എക്കാലത്തേക്കും ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കഥ ഇതിനിടയ്ക്ക് അവർ സൃഷ്ടിച്ചു. ഷമീർ ഇപ്പോൾ പറഞ്ഞ അതിൻ്റെ അതൊരു പോയിൻ്റ്, അതായത് 2026 ലോകകപ്പിൽ നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഒരു ആൽബം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം ഫസ്റ്റ് താളെന്ന് പറയുന്നത് കാബോ വെർദയുടെ ആയിരിക്കും. കാരണം നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റം. നമുക്ക് ഈ ഗ്രൂപ്പിൽ തന്നെ സ്പെയിനുണ്ട്, യുറുഗ്വായ് ഉണ്ട്, പിന്നെ സൗദി അറേബ്യ ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ ടീമെന്ന് നമുക്ക് തോന്നുന്നത് സൗദി അറേബ്യ ആയിരിക്കും. പക്ഷേ സൗദി അറേബ്യ കഴിഞ്ഞ ലോകകപ്പിൽ അർജൻറ്റീന ആദ്യ മത്സരത്തിൽ തോൽപ്പിച്ച ടീമാണ്, ഞെട്ടിച്ച ടീമാണ്. അതെ, അത് സ്പെയിനെ നമുക്ക് ഒരു തരത്തിലും ഇപ്പോഴും എഴുതി തള്ളാൻ പറ്റാത്തൊരു ടീമാണ്. യുറുഗ്വായ് എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്ക ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ 2 ലോകകപ്പുകൾ വിൻ ചെയ്ത ലാറ്റിൻ അമേരിക്കയിലെ സ്ട്രോങ് പവർ ഹൗസാണ്. അതിന് 3 ടീമുകളെയും ഗോൾ അടിപ്പിക്കാതെ അല്ലെങ്കിൽ കളി അവർക്കെതിരെ തോൽക്കാതെ പിടിച്ചു നിന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. മാത്രമല്ല അവരുടെ അടുത്ത എതിരാളി ആരാണ്? അർജന്റീന. അപ്പം അതിൻ്റെ ഒരു ആവേശം കൂടി രസകരമാണ്. അർജന്റീനയ്ക്ക് എന്താണ് ഇവർ കാത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ കണ്ടറിയണം. കാരണം കാബോ വെർദയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഡിഫൻസാണ്, സോളിഡ് ഡിഫൻസാണ്. നമ്മളതിനെ ബസ് പാർക്കിംഗ് എന്നോ ട്രെയിൻ പാർക്കിംഗ് എന്നോ ഒക്കെ വേണമെങ്കിൽ വിളിക്കാം. അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയ ഡിഫൻസ് കളിക്കുന്ന ഒരു ടീം അർജന്റീന പോലെ, ലയണൽ മെസ്സിയെ പോലെ, അല്ലെങ്കിൽ അതുപോലത്തെ പ്രതിഭാസമ്പന്നരായ മറ്റനേകം ഫോർവേഡ്സും സ്ട്രൈക്കേഴ്സും അവിടെ ഉണ്ട്. എങ്കിൽ പോലും അവർക്കതൊരു വെല്ലുവിളിയാണ്. അതെ, വെല്ലുവിളി ആകുമായിരിക്കും, അതാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെയാണല്ലോ ചെറിയ ടീമുകൾ, നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മീനുകൾ വലിയ മീനുകളായി മാറിത്തീരുന്നതും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതും. അതെ, അത് ഒരു ചെറിയ കാര്യമല്ല. പിന്നെ അതുപോലെ നമുക്ക് സ്പെയിനിലേക്ക് വരുവാണെങ്കിലേ, സ്പെയിൻ ഈ ലോകകപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ടീമുകളിൽ ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അവർ ഒരു സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യുറുഗ്വായ് പോലെ വളരെ ശിഥിലമായ ഒരു ഡിഫൻസിനെതിരെ പോലും അവർക്ക് ഒരു ഗോളെ അടിക്കാൻ പറ്റും. അതെ, അത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. 2 വർഷം മുമ്പ് യൂറോ കപ്പിൽ കണ്ട സ്പെയിനെ അല്ല ഇത്. തീർച്ചയായിട്ടും എന്തോ അവരുടെ ഫിനിഷിങ്ങിൽ പോരായ്മയുണ്ട് എന്നുള്ളത്. ഇപ്പം ഈ യുറുഗ്വായുടെ ഗോള് തന്നെ ആ ഗോളിയുടെ ഒരു പിഴവ് കൊണ്ട് സംഭവിച്ചതാണ്. അത് മുസ്ലേറെ കയ്യിൽ ഒതുക്കേണ്ട പന്തായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ലോകകപ്പിൽ മത്സരിക്കുന്ന മറ്റ് 47 ടീമുകളിലെ ഗോളിമാരും ആ പന്ത് കയ്യിൽ ഒതുക്കുമായിരുന്നു, മുസ്ലേറെ അല്ലാതെ. അപ്പോൾ അത്രയും ഗോളാകാൻ പാടില്ലാത്ത ഒരു പന്തായിരുന്നു അത്. അതിലാണ് സ്പെയിൻ ജയിച്ച് കയറിയത് എന്നുള്ളത്. സ്പെയിൻ കയറുമായിരിക്കും, അടുത്ത നോക്കൗട്ടിലേക്ക് കടക്കുമായിരിക്കും. പക്ഷേ ആ കടക്കുന്നതിനൊരു സ്റ്റൈലുണ്ടല്ലോ, പ്രത്യേകിച്ച് സ്പെയിനൊക്കെ ആകുമ്പോൾ ആ സ്റ്റൈൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. സ്പെയിൻ്റെ ആദ്യത്തെ കളി നമ്മളൊക്കെ വിലയിരുത്തിയ പോലെ അവർ കാബോ വെർദെ ഒരു നിസ്സാര ടീമല്ലേ എന്ന് കരുതി ഒരുപക്ഷെ സ്പെയിൻ്റെ കോച്ച് അവരുടെ ഈ ഫസ്റ്റ് 11 നിന്ന് ലമീൻ യമാലിനെയൊക്കെ വലിച്ചു നിർത്തി എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നീട് അവരെ സബ് ചെയ്ത് നോക്കിയെങ്കിലും ആ കളി അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് പിന്നീടുള്ള എല്ലാ മത്സരങ്ങളും കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു സംഗതി ഇതാണ്, സ്പെയിൻ ഒരു അറ്റാക്കിംഗ് ലെവലിൽ സ്പെയിൻ ഒരു ഫിനിഷേഴ്സ് പ്രിസിഷനില്ല, ഫൈനൽ തേർഡിൽ അവർക്ക് അവരുടെ ഒരു കാര്യങ്ങൾ മുഴുവൻ പാളിപ്പോകുന്നു. നമ്മൾ ഈ സ്പെയിനിൻ്റെ ആദ്യത്തെ കളിക്കിട്ട തലക്കെട്ട് ഓർമ്മയില്ലേ, പെയിൻഫുൾ. അങ്ങനെ ഇടേണ്ടി വന്നതാണ്, അതൊരു ഗതികേടാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ആരാധകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ അല്ലാതെ മറ്റൊരു തലക്കെട്ട് നമുക്ക് ആ സമയത്ത് തോന്നില്ലായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതെ, ഈ ലോകകപ്പിൽ നിന്ന് ഇപ്പം പുറത്താവുകയാണ് യുറുഗ്വായ്. നമുക്ക് ഞാൻ 2010 ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു ഓർമ്മയിലുള്ള ഒരു സംഗതിയുണ്ട്. അത് ഡിയേഗോ ഫോർലാനാണ്. ഫോർലാൻ പിന്നീട് ISL കളിക്കാൻ ബോംബെയിലേക്ക് വന്നു. അതിനകത്താണ് നമ്മുടെ ലൂയിസ് സുവാരസ് കൈകൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് പോയി പന്ത് തടയുന്നത്. ഈ സുവാരസ് ഇത്തവണ ലോകകപ്പിന് തൊട്ട് മുമ്പ് പറഞ്ഞു, ഞാൻ റെഡിയാണ്, കളിക്കാൻ വരാൻ റെഡിയാണ്. പക്ഷേ യുറുഗ്വായുടെ കോച്ച് മാർസലോ ബിയേൽസ പറഞ്ഞു വേണ്ട, ഉള്ള ആളുകളെ വെച്ച് കളിപ്പിച്ചോളാം. പക്ഷേ എന്താ പറയുക, കഷ്ടകാലം എന്ന് പറയാനല്ല, വേറൊന്നും പറയാനില്ല. ടീമിൽ കുറേയേറെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. എന്തായാലും അവർക്കൊരു നല്ലൊരു സ്ട്രൈക്കർ ഇല്ല, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് അതുകൊണ്ട് തന്നെ ലോകകപ്പിൽ നിന്ന് പ്രാഥമിക റൗണ്ടിൽ തന്നെ പുറത്താവേണ്ടിയും വരുന്നു. ഈ യുറുഗ്വായ് ഇനി 0 നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് ബിയേൽസ തുടരുമെന്ന് തോന്നുന്നില്ല. ഈ ലോകകപ്പിൽ കളിച്ച പല താരങ്ങളുടെയും ഒരു തിരിച്ചുവരവ് ചിലപ്പോൾ അസാധ്യമായേക്കാം.
അവർക്ക് പുതുരക്തം ആവശ്യമാണ്, പുതിയൊരു കൾച്ചർ ആവശ്യമാണ്, അവർക്കൊരു ഇൻറ്റൻറ്റിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. അതെ, ഈ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ മിഡ്ഫീൽഡിൽ ഫെഡറിക്കോ വാൽവർദെ റയൽ മാഡ്രിഡിൻ്റെ ക്യാപ്റ്റനാണ്. പക്ഷേ നമ്മൾ മുമ്പൊക്കെ യുറുഗ്വേ ടീം വരുമ്പോൾ യുറുഗ്വേയുടെ ക്യാപ്റ്റനായിരുന്ന ഡിയേഗോ ഗോഡിൻ, അവരൊക്കെ ഡിഫൻസിൽ വളരെ സോളിഡായ ഒരു ഡിഫൻസ് ഉണ്ടായിരുന്ന ടീമായിരുന്നു യുറുഗ്വേ. ഇത്തവണ അവർക്ക് ആ ഒരു ഡിഫൻസ് വളരെ മോശമായി പോയി. ഗോളിയെ സബ് ചെയ്യേണ്ടി വന്നു ഇത്തവണ. അതെ, മുസ്ലേരെ സ്നബ് ചെയ്യുക ശരിക്കും ചെയ്തത്. അയാളെ പിൻവലിച്ച് ഈ ലോകകപ്പിൽ ഇത്രയും സീനിയറായ ഒരു ഗോളിയെ ഇടയ്ക്ക് വെച്ച് പിൻവലിക്കുന്നു. അറ്റാക്കിംഗ് ലെവലിൽ ഷമീർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു പ്രിസിഷൻ ഉള്ള ഒരു നീക്കം, ഒരു സ്ട്രൈക്കർ ഇല്ലാതെ പോയി എന്നുള്ളതാണ് യുറുഗ്വേയുടെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പിൽ ഇനി അവരെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് നമുക്കൊരു വലിയ നഷ്ടവുമാണ്. അതെ, തീർച്ചയായും. ഇപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ കാര്യം ഏറെക്കുറെ സംസാരിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഈ ഗ്രൂപ്പ് ജിയിലെ ബെൽജിയം വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ഇതുവരെ. ബെൽജിയത്തിൻ്റെ ഒരു ചരിത്രത്തിന് ചേർന്ന പ്രകടനങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ആ ഗ്രൂപ്പിൽ അവർ ഒന്നാം സ്ഥാനത്തെത്തി ക്വാളിഫൈ ചെയ്തു എന്നുള്ള വാസ്തവമാണ്. തൊട്ട് പിന്നിൽ ഈജിപ്ത് ഉണ്ട്, പിന്നാലെ ഇറാനും ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കാര്യമായ ആകർഷകമായ ഒരു ഫുട്ബോൾ കാണാൻ കഴിഞ്ഞില്ല. അടുത്ത സ്റ്റേജിൽ അവർ തിരിച്ചു വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്ന് തോന്നുന്നു. അതെ, ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷൻ ആയിരുന്നു കഴിഞ്ഞ ലോകകപ്പ് വരെ കളിച്ചത്. ഈ ലോകകപ്പിൽ ആ ഗോൾഡൻ ജനറേഷൻ്റെ ഒരു നിഴൽ പോലും ഇല്ല. ലുക്കാഗു, ഡിബ്രൂയിനൊക്കെ കളിക്കുന്നത് കാണുമ്പം സങ്കടം വരുന്നു എന്ന് ചില ആരാധകരൊക്കെ പറയുന്നത്. അതെ, ഡിബ്രൂയിനൊക്കെ ഒത്തിരി ആരാധകരുള്ള ഒരു പ്ലെയറാണ്. മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തിന്റെ കരാർ പുതുക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ പ്രതിഷേധിച്ച ഒരുപാട് ആളുകൾ. പക്ഷേ ഗാർഡിയോളുടെയും അല്ലെങ്കിൽ ആ സിറ്റി മാനേജ്മെന്റിന്റെ ഒക്കെ തീരുമാനം ഒരു പക്ഷേ ശരിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ബെൽജിയത്തിന്റെ കളി കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. അവർക്കും ഒരു പക്ഷേ യുറുഗ്വേയുടെ ഒരു വഴിയെ പുതിയ ചിന്തകളും പുതിയ പരിശീലകരും പുതിയ രക്തവും പുതിയ കളിക്കാരും ഒക്കെ വേണ്ടി വരും. അതെ, എല്ലാത്തിനും അങ്ങനെ ഒരു കാലമുണ്ടല്ലോ. കാരണം ബെൽജിയം പക്ഷേ ഒരിടത്തെങ്കിലും എത്തുന്നില്ല, അല്ലെങ്കിൽ ലോകകപ്പിൽ ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ബെൽജിയത്തിന് ഇനി അങ്ങോട്ടുള്ള കുതിപ്പ് എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ എഴുതി തള്ളുകയല്ല, പക്ഷേ എങ്കിലും ബെൽജിയത്തിൽ നിന്ന് സൂചനകൾ ആശാവഹമല്ല. അതാണ്. പിന്നെ ഈജിപ്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു മുഹമ്മദ് സലാഹുള്ള റൊമാൻറ്റിക് അറ്റാച്ച്മെന്റ് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഉണ്ട്. അപ്പോൾ അത് ഈജിപ്തിനെ അങ്ങനെ പിന്തുണയ്ക്കുന്ന കുറേ പേരുണ്ട്. ലിവർപൂൾ ആരാധകരൊക്കെ ഈജിപ്തിനെ പിന്തുണയ്ക്കും. അതെ. യുർഗൻ ക്ലോപ്പ് പരിശീലകനായിരുന്ന എനിക്ക് തോന്നുന്നത് സലാ പണ്ട് റോമയിലായിരുന്നല്ലോ. റോമയിലായിരുന്ന കാലം മുതൽ ആരാധിച്ചു വരുന്ന ആളുകൾ ഉണ്ട്. അപ്പം അവരൊക്കെ തന്നെ ഇപ്പോഴും ഈജിപ്തിൻ്റെ കളി സലാ ഉണ്ടെങ്കിൽ അത് കാണാം. അത് അവരോട് ചെറിയൊരു മാനസികാഭിമുഖ്യം അങ്ങനെയൊക്കെ പുലർത്തുന്നവരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ യുർഗൻ ക്ലോപ്പ് ഞാൻ പറയാൻ വന്നതായിരുന്നു. യുർഗൻ ക്ലോപ്പ് ലിവർപൂൾ കോച്ചായിരിക്കുന്ന കാലത്ത് എപ്പോഴും പറയായിരുന്നു. കാരണം മുഹമ്മദ് സലാ എന്ന് പറയുന്നത് ഈ രീതിയിലല്ല പരിഗണിക്കപ്പെടേണ്ടത്. ലയണൽ മെസ്സിക്കൊക്കെ ഒപ്പം തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒരാളായിരുന്നു എന്ന് ക്ലോപ്പ് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഫാൻസ് ഉണ്ട്. അത് കുറേ ഒരു 1-2 മത്സരങ്ങൾ കൂടി ഇനിയും ആ ഒരു ഫാൻസിന് വളരെ ആവേശം തരുന്ന ഒന്നായിരിക്കും. അതെ. ഇപ്പം നമ്മളിപ്പം ഈ ഗ്രൂപ്പ് മത്സരങ്ങളുടെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പം ഈ രാത്രി കൂടി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഗ്രൂപ്പ് മത്സരങ്ങളില്ല, പിന്നെ നോക്കൗട്ടാണ്. അപ്പോൾ നോക്കൗട്ടിലെത്തിയ എല്ലാ ടീമുകൾക്കും, ഇനി എത്താൻ പോകുന്ന എല്ലാ ടീമുകൾക്കും അവരുടെ ആരാധകർക്കും ആശംസകൾ അർപ്പിക്കാം. കൂടുതൽ കരുത്തുറ്റ മത്സരങ്ങൾക്കായി കാത്തിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാൻ കഴിയുക. വലിയ അട്ടിമറികൾക്കായി കൂടെ നമുക്ക് കാത്തിരിക്കാം. അതെ, തീർച്ചയായും.